ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നാം എപ്രകാരം ചിന്തിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ രൂപപ്പെടും. വിശുദ്ധ ചിന്തകൾ വിശുദ്ധ ജീവിതത്തെ രൂപപ്പെടുത്തും. അതുമൂലം വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ ജീവിതം ആരംഭിച്ച ചിലർ വഴിതെറ്റിയ ചിന്തകൾ മൂലം തകർന്നു പോയിട്ടുണ്ട്. കായേനും ഹാബേലും യഹോവയ്ക്ക് കാഴ്ച കൊണ്ടുവന്നു. ഹാബേലിൻ്റെ കാഴ്ച അംഗീകരിച്ചതു കണ്ട കായേൻ ഹാബേലിനെ വെറുത്തു. ആ ദുഷ്ടചിന്ത സഹോദരനെ കൊല്ലുവാൻ കാരണമായി. കടവിൽ കുളിച്ചുകൊണ്ട് നിന്ന ബത്ശേബയെ ശ്രദ്ധിച്ച ദാവീദിൻ്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകളുണ്ടായി. ഉറിയായെ കൊല്ലുവാൻ അതു കാരണമായി. ചിന്താമണ്ഡലത്തിൽ താലോലിച്ച അശുദ്ധ ചിന്തകൾ പ്രവൃത്തിയിൽ വന്നു. ദീർഘകാലത്തെ മനസാക്ഷിയുടെ കുത്തലിനും കൈപ്പോടെ പരിതപിക്കുന്നതിനും ഇടയായി. പരാജയവും വിജയവും നമ്മുടെ ചിന്തകളിലാണ് ആരംഭിക്കുന്നത്. യേശുവിൻ്റെ പോരാട്ടവും വ്യഥയും കുരിശിൽ വെച്ചായിരുന്നില്ല, ഗത്സേമോൻ തോട്ടത്തിൽ വെച്ചായിരുന്നു. ആന്തരിക പോരാട്ടത്തിൻ്റെ ഫലമായി രക്തത്തുള്ളികൾ രോമകോപങ്ങളിലൂടെ വാർന്നൊലിച്ച് തറയിൽ വീണു. തോട്ടത്തിൽ വെച്ച് യേശു വ്യാകുലപ്പെടുകയും കരയുകയും ചെയ്തു. എന്നാൽ കുരിശിൽ കിടന്നപ്പോൾ അവിടുന്ന് പ്രശാന്തനായിരുന്നു. യേശുവിൻ്റെ ചിന്താമണ്ഡലത്തിലെ വേദനയും പോരാട്ടവും ശരീരവേദനയേക്കാൾ രൂക്ഷമായിരുന്നു. ചിന്തയിൽ വിജയിച്ച യേശു പിന്നീട് പ്രശാന്തനായി. ചിന്തകൾ നിയന്ത്രിക്കപ്പെട്ടാൽ വിജയം നിശ്ചയമാണ്. ചിന്തയിലാണ് പ്രവൃത്തി മുട്ടിടുന്നത്. അവിടെ അശുദ്ധ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. എന്നാൽ നാം പ്രവൃത്തിയിൽ തെറ്റുകയില്ല. ചിന്തയിൽ വിജയിച്ചാൽ കർമ്മരംഗത്തും വിജയം നിശ്ചയമാണ്. റോമർ 13:14. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.